വാപ്പ് 2 ഇന്ത്യൻ റെയിൽവേയുടെ ഒരു ഹ്രസ്വകാല അതിവേഗ പരീക്ഷണം. ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ വേറിട്ടതും എന്നാൽ ഹ്രസ്വകാലം മാത്രം നീണ്ടുനിന്നതുമായ ഒരു പരീക്ഷണമായിരുന്നു വാപ്പ് 2 ഇലക്ട്രിക് ലോക്കോമോട്ടീവ്. ഉയർന്ന വേഗത കൈവരിക്കുന്നതിനായി 4 വാം 2 ലോക്കോമോട്ടീവുകളെ രൂപമാറ്റം വരുത്തി നിർമ്മിച്ച ഈ പ്രത്യേകയിനം എഞ്ചിനുകൾ രാജ്യത്തെ ഏറ്റവും അഭിമാനകരമായ ട്രെയിനുകളിലൊന്നായ ഹൗറ രാജധാനി എക്സ്പ്രസ് ഓടിച്ചിരുന്നതിന്റെ പേരിൽ ശ്രദ്ധേയമായിരുന്നു. വാപ്പ് 2 ലോക്കോമോട്ടീവുകൾ രൂപകൽപ്പന ചെയ്തത് വാം 2 എഞ്ചിനുകളിൽ നിന്നാണ്. 1960കളിൽ ജപ്പാനിൽ നിന്ന് ഇറക്കുമതി ചെയ്തവയാണ് ഈ വാം 2 ലോക്കോമോട്ടീവുകൾ. അടിസ്ഥാനപരമായി ചരക്ക് ഗതാഗതത്തിനും യാത്രക്കാർക്കുമുള്ളതായിരുന്നു വാം 2 എങ്കിലും അതിനെ ഒരു അതിവേഗ പാസഞ്ചർ എഞ്ചിനാക്കി മാറ്റാനാണ് വാപ്പ് 2 പദ്ധതിയിലൂടെ റെയിൽവേ ശ്രമിച്ചത്. പ്രധാന സവിശേഷതകളും ലക്ഷ്യവും. വാപ്പ് 2ന്റെ പ്രാഥമിക ലക്ഷ്യം വേഗത വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു. ഇത് സാധ്യമാക്കുന്നതിനായി വാം 2ന്റെ ഗിയറുകൾ മാറ്റിസ്ഥാപിക്കുകയും പഴയ ബോഗികൾക്ക് പകരം മികച്ച പ്രകടനം നൽകുന്ന ഫ്ലക്സ് കോയിൽ ബോഗികൾ കൂടാതെ മെച്ചപ്പെട്ട ആക്സിൽ ഹങ് ട്രാക്ഷൻ മോട്ടോറുകളും ഈ ലോക്കോമോട്ടീവിൽ ഘടിപ്പിച്ചു. ഈ പരിഷ്കാരങ്ങൾ വാപ്പ് 2നെ അതിന്റെ മുൻഗാമിയായ വം 2ൽ നിന്ന് തികച്ചും വ്യത്യസ്തമാക്കി. ഈ എഞ്ചിനുകൾ ഈസ്റ്റേൺ റെയിൽവേയുടെ അസൻസോൾ ഷെഡിനാണ് ഇരുന്നത്. ഹൗറ രാജധാനി എക്സ്പ്രസിലെ സേവനം. ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിൽ വാപ്പ് 2ന് ഒരു പ്രത്യേക സ്ഥാനം നേടിക്കൊടുത്തത് രാജ്യത്തെ ആദ്യത്തെ രാജധാനി എക്സ്പ്രസായ ഹൗറ രാജധാനി എക്സ്പ്രസ് ഓടിച്ചിരുന്നു എന്നതാണ്. വളരെ കുറച്ച് എഞ്ചിനുകൾക്ക് മാത്രം ലഭിച്ച ഈ വലിയ പദവി വാപ്പ് 2ന് ഒരു പ്രത്യേക പ്രശസ്തി നൽകി. ഹ്രസ്വകാല പ്രവർത്തനം. വാപ്പ് 2 ഒരു വിചിത്രമായ പരീക്ഷണം, ഓഡ് എക്സ്പെരിമെന്റ് എന്നാണ് റെയിൽവേ പ്രേമികൾക്കിടയിൽ അറിയപ്പെടുന്നത്. അതിവേഗ സർവീസിനായുള്ള രൂപമാറ്റം ഉദ്ദേശിച്ച ഫലം നൽകിയില്ല. സാങ്കേതിക പ്രശ്നങ്ങൾ മൂലവും കൂടുതൽ കാര്യക്ഷമതയുള്ള ലോക്കോമോട്ടീവുകൾ രംഗപ്രവേശം ചെയ്തതിനാലും ഈ പദ്ധതിക്ക് അധികം ആയുസ്സുണ്ടായില്ല. 1980കളുടെ അവസാനത്തോടെ ഈ ലോക്കോമോട്ടീവുകൾ പ്രധാന സർവീസുകളിൽ നിന്ന് പിൻവലിക്കുകയും വാപ്പ് 2 പദ്ധതിക്ക് തിരശീല വീഴുകയും ചെയ്തു. ഒരു ഹ്രസ്വകാല പരീക്ഷണമായിരുന്നുവെങ്കിലും ഇന്ത്യൻ റെയിൽവേയുടെ അതിവേഗ പാസഞ്ചർ സർവീസ് ലക്ഷ്യമാക്കിയുള്ള ആദ്യകാല ശ്രമങ്ങളിലൊന്നായി വാപ്പ് 2 എന്നും ഓർമ്മിക്കപ്പെടും.